ഫ്രാൻസിൽ വളരെ മനോഹരമായ ഒരു കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന ഒരു രാജകുമാരനുണ്ടായിരുന്നു. അദ്ദേഹം വളരെ സ്വാർത്ഥനും കരുണയില്ലാത്തവനുമായിരുന്നു. പുറത്ത് കാണപ്പെടുന്ന ഭംഗിയിൽ മാത്രമാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ഭംഗിയില്ലാത്ത ഒന്നിനെയും അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം കൊട്ടാരത്തിലൊരു പാർട്ടി നടക്കുന്നു. അവിടേക്ക് സഹായം തേടി ഒരു വയസ്സായ സ്ത്രീ കടന്നു വരുന്നുണ്ട്. അവരുടെ കയ്യിൽ ഒരു റോസുമുണ്ട്. അവൻ അവരെ സഹായിക്കാതെ പുറത്താക്കുന്നു. എന്നാൽ ആ സ്ത്രീ വളരെ ഭംഗിയുള്ളൊരു മന്ത്രവാദിനിയായിരുന്നു. അവന്റെ തെറ്റുകൾക്കുള്ള ശിക്ഷയായിട്ട് അവനെ ഒരു ബീസ്റ്റാക്കി മാറ്റുന്നു. അത് മാത്രമല്ല, കൊട്ടാരത്തിലെ എല്ലാവരെയും സംസാരിക്കുന്ന വസ്തുക്കളാക്കി മാറ്റുന്നുണ്ട്. ഈ ശാപം മാറി എല്ലാം പഴയ പോലെ ആവണമെങ്കിൽ മന്ത്രവാദിനി കൊടുത്ത ആ റോസിലെ അവസാന ഇതൾ വീഴുന്നതിന് മുൻപേ രാജകുമാരൻ ആരെയെങ്കിലും സത്യമായി സ്നേഹിക്കുകയും അവരുടെ സ്നേഹം തിരികെ നേടുകയും വേണം. ഇതേസമയം ഫ്രാൻസിലെ ഒരു ഗ്രാമത്തിൽ ബെൽ എന്നൊരു പെൺകുട്ടി ജീവിച്ചിരുന്നു. അവൾ വളരെ ഇന്റലിജന്റ് ആയിരുന്നു. ബുക്സ് വായിക്കാനാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം. ഗ്രാമത്തിലെ ആളുകൾ അവൾ ഡിഫറെന്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അവൾക്കറിയാമായിരുന്നു ഈ ചെറിയ ഗ്രാമങ്ങളും ഇവിടുത്തെ ആളുകളുടെ ചിന്താഗതികൾക്കും അപ്പുറം ഒരു ലോകമുണ്ടെന്ന്. അതേ ഗ്രാമത്തിൽ ഗാസ്ട്രോൺ എന്നൊരാളുണ്ടായിരുന്നു. അവൻ സുന്ദരനൊക്കെ ആയിരുന്നെങ്കിലും വളരെ അഹങ്കാരിയായിരുന്നു. അവന് ബെല്ലിനെ വിവാഹം കഴിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ ബെല്ലിന് അവനെ അത്ര ഇഷ്ടമായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ബെല്ലിന്റെ അച്ഛൻ മോറിസ് വഴിതെറ്റി ബീസ്റ്റ് താമസിച്ചിരുന്ന കൊട്ടാരത്തിലെത്തി. അവിടെ സംസാരിക്കുന്ന വസ്തുക്കളൊക്കെ കണ്ട് പേടിച്ച് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവിടെ റോസ് കാണുന്നത്. തിരിച്ചു ചെല്ലുമ്പോൾ ബെല്ലിന് റോസ് കൊടുക്കാമെന്ന് അദ്ദേഹം വാക്ക് കൊടുത്തിരുന്നു. അതുകൊണ്ട് ആ റോസ് എടുക്കാനായി അദ്ദേഹം ചെല്ലുമ്പോൾ ബീസ്റ്റ് അവിടേക്ക് വന്ന് അദ്ദേഹത്തെ തടവിലാക്കുന്നു. ഇതറിഞ്ഞ് ബെല്ല് അവിടേക്ക് എത്തുന്നു. റോസ് ചോദിച്ചത് ഞാനാണ്, അച്ഛന് പകരം ഞാൻ തടവിൽ കിടന്നോളാം എന്നൊക്കെ ബെല്ല് പറയുന്നുണ്ട്. അച്ഛൻ അത് സമ്മതിക്കുന്നില്ലെങ്കിലും പിന്നീട് ബെല്ല് നിർബന്ധപൂർവ്വം സ്വയം തടവിലാകുന്നു. എന്നിട്ട് അച്ഛനെ പറഞ്ഞയക്കുന്നു. ആദ്യമൊക്കെ ബീസ്റ്റ് വളരെ ദേഷ്യത്തിലാണ് ബെല്ലിനോട് സംസാരിച്ചത്. അവൾക്കും പേടിയായിരുന്നു. പക്ഷെ ദിവസങ്ങൾ കടന്നപ്പോൾ ബീസ്റ്റിന്റെ ഉള്ളിലെ നല്ല മനുഷ്യനെ ബെല്ല് കാണാൻ തുടങ്ങി. ബുക്സ്, ഡിന്നർ, കോൺവെർസേഷൻ, അങ്ങനെ അവർ രണ്ടുപേരും ക്ലോസ് ആവുന്നു. ബീസ്റ്റിന് ബെല്ലിനോട് ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. ബെല്ലിനും ബീസ്റ്റിനോട് ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട്. ഇതേസമയം മോറിസ് ഗ്രാമത്തിൽ വന്ന് ബീസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ആരും വിശ്വസിക്കുന്നില്ല. അവന് പ്രാന്താണെന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർ അവനെ കെട്ടിയിടുന്നു. അച്ഛനെ വളരെയധികം ബെല്ല് മിസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി തന്റെ മാന്ത്രിക കണ്ണാടിയിലൂടെ അച്ഛനെ ബീസ്റ്റ് കാണിച്ചു കൊടുക്കുന്നു. അച്ഛനെ നാട്ടുകാർ എല്ലാവരും കൂടി കെട്ടിയിടുന്നത് കണ്ട് അവൾക്ക് സങ്കടമാവുന്നുണ്ട്. അവളുടെ അച്ഛനെ പോയി കാണാനായി ബീസ്റ്റ് അവളെ സ്വതന്ത്രയായി വിടുന്നു. അവൾ ഗ്രാമത്തിൽ ചെന്ന് ബീസ്റ്റ് ഉണ്ടെന്നത് സത്യമാണെന്ന് പറഞ്ഞ് അവളുടെ കയ്യിലെ കണ്ണാടിയിൽ കൂടി ബീസ്റ്റിനെ കാണിക്കുന്നു. എന്നാൽ ഗ്രാമത്തിൽ ഗാസ്ട്രോണും മറ്റാളുകളും ബീസ്റ്റിനെ കൊല്ലാനായി ആളുകളെ കൂട്ടി കൊട്ടാരത്തിൽ വരുന്നു. അവസാന നിമിഷം ബീസ്റ്റ് അവരോട് തോറ്റുപോകാൻ പോകുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ബെല്ല് വരുന്നു. ഐ ലവ് യു എന്ന് പറഞ്ഞ് അവൾ ബീസ്റ്റിനെ ചേർത്ത് പിടിക്കുന്നു. അത് കേൾക്കുമ്പോൾ റോസിന്റെ അവസാന ഇതളും വീഴുന്നു. പക്ഷെ ഉടനെ ശാപം മാറുന്നു. ബീസ്റ്റ് വീണ്ടും മനുഷ്യനായി മാറുന്നു. കൊട്ടാരം പ്രകാശത്തോടെ നിറയുന്നു. എല്ലാവരും വീണ്ടും മനുഷ്യരാകുന്നു. അവസാനം ബെല്ലും രാജകുമാരനും ഒരുമിച്ച് ജീവിക്കുന്നു. സൗന്ദര്യം പുറത്തല്ല, മറിച്ച് ഉള്ളിലാണെന്നും സ്നേഹത്തിന് ഒരാളെ മുഴുവനായി മാറ്റാൻ കഴിയുമെന്നും പറയുന്ന സിനിമയാണ് ബ്യൂട്ടി ആൻഡ് ദി ബീസ്റ്റ്. ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക.